ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയും കൊണ്ടാട്ടോ. ഒട്ടുമിക്ക പേർക്കും അറിയായിരിക്കാം നെയ്പ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിന്നിവിടെ രണ്ട് രീതിയിൽ കാണിക്കുന്നുണ്ട്. ചെറിയ രീതിയിൽ നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് ഒട്ടുമിക്ക തട്ടുകടകളിലും ഗ്ലാസ് ചില്ലിൽ ഇരിക്കുന്ന ചെറിയ പത്തിരി, നമ്മുടെ പൊരിച്ച പത്തിരി ആട്ടോ. ഇത് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത് നെയ്പ്പത്തിൽ ഒട്ടുമിക്ക പേരും റെഡിയാക്കി എടുക്കാറ് പുട്ടുപൊടി റവയും വെച്ചിട്ടാണ്. നല്ല പോലെ ക്രിസ്പിയാണ്, കണ്ടില്ലേ? നല്ല പോലെ എണ്ണയിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ പൊന്തി വരികയും ചെയ്യും, കണ്ടല്ലോ. അപ്പം നമ്മളിന്നിവിടെ ഈ ഒരു നെയ്പ്പത്തിൽ റെഡിയാക്കി എടുത്തിട്ടുള്ളത് ബാക്കി വന്ന ചോറ് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ ഒരുപാട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ബാക്കി വന്ന ചോറ് വെച്ചിട്ട്. അപ്പോൾ എല്ലാവരും ബാക്കി ചോറൊക്കെ ഉണ്ടെങ്കിൽ വേസ്റ്റിൽ കളയാതെ ഇതേപോലെയൊക്കെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റുകൾ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവും. നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു നെയ്പ്പത്തിൽ റെഡിയാക്കി എടുക്കാമെന്നൊന്ന് കണ്ടു നോക്കിയാലോ. ഇതാ 250 ml കപ്പിൽ 1 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു 6-7 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂണ് ചെറിയ ജീരകം. അതിലേക്ക് നമുക്ക് ഈ ഒരു തേങ്ങ, ഉള്ളി, ജീരകവും കൂടെ നമുക്കൊന്ന് ഒതുക്കിയെടുക്കാം. ഒരുപാട് അങ്ങോട്ട് അരഞ്ഞു പോവാത്ത രീതിയിൽ ഒന്ന് ഒതുക്കിയെടുത്താൽ മതിയാവും. ജസ്റ്റ് ഒന്ന് ചതക്കിയെടുക്കാം. ഒരുപാട് അങ്ങോട്ട് അരഞ്ഞു പോകാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിവിടെ ഇതേപോലെ ഇങ്ങനെ ഒതുക്കി എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? നമ്മുടെ ജീരകമൊക്കെ അധികം അങ്ങോട്ട് അരഞ്ഞു പോകാനേ പാടില്ല, ആ ഒരു സ്മെല്ല് മാത്രം നമുക്ക് കിട്ടാൻ പാടുള്ളൂ. ഇനി ഞാനിതൊരു മിക്സിംഗ് ബൗളിലേക്ക് നമ്മൾ മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതേ സെയിം ജാറിലേക്ക് തന്നെ നമ്മുടെ ഈ ഒരു ചോറ് ചേർത്ത് നമുക്ക് നല്ല പോലെ ഒന്ന് അരച്ചു കൊണ്ടുവരാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 ടേബിൾ സ്പൂണ് വെള്ളവും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു ചോറ് അരച്ചെടുക്കുന്നത് കേട്ടോ. ഒത്തിരി വെള്ളം നമ്മൾ ചേർത്തെടുക്കരുത്, അപ്പം നമ്മൾ ഒരുപാട് പൊടിയിട്ടിട്ട് കുഴച്ചെടുക്കേണ്ടി വരും. അപ്പം ഞാനിതൊന്ന് പേസ്റ്റാക്കി കൊണ്ടുവരാം. അപ്പം ഇതാ നമ്മൾ നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഒരുപാട് വെള്ളം ചേർത്തെടുക്കാതെ നമ്മൾ അരച്ചെടുക്കാം. ഇനി നമ്മൾ ഈ ഒരു തേങ്ങയുടെ ഈ ഒരു മിക്സിലേക്ക് നമുക്ക് ഈ ഒരു ചോറങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ തേങ്ങയിലേക്ക് ഞാൻ നമ്മുടെ അരച്ച ഒരു ചോറും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം. 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ, കപ്പ് വറുത്ത നൈസ് പത്തിരിപ്പൊടി, ഒരുപാട് ചേർക്കണ്ട. ഇതിലേക്ക് നമുക്ക് കറുത്ത എള്ളും കൂടെ ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് ചേർത്താൽ മതിയാവും. ഇതിൻ്റെ ഒരു ഫ്ലേവർ നല്ല ടേസ്റ്റ് ആട്ടോ. ഇനി നമുക്കിത് കൈ വെച്ച് നല്ല പോലെ നമുക്കൊന്ന് കുഴച്ചങ്ങ് എടുക്കാം. നമ്മൾ സാധാരണ പത്തിരിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ തന്നെ ഒന്ന് കുഴച്ചങ്ങ് എടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ നല്ല പോലെ കുഴച്ചങ്ങ് എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി നമുക്കിത് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നമുക്കൊന്ന് പരത്തി ഇതേപോലെ ഒരു കുപ്പിയുടെ മൂടി വെച്ച് നമുക്കൊന്ന് വെട്ടിയെടുക്കാം. അപ്പോൾ ഇനി ഞാനിതാ ചപ്പാത്തി കല്ലിലേക്ക് ഒരല്പം മൈദ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് 2 രീതിയിൽ നമ്മളിവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ ചെറിയ തട്ടുകടകളിലൊക്കെ ചില്ല് ഗ്ലാസ്സിൽ വെക്കുന്നത് ഒരു 1.5 ഇഞ്ച് കനത്തിലാണ് ഈ ഒരു നെയ്പ്പത്തിൽ ഉണ്ടായിരിക്കുക. അതെല്ലാം നമ്മൾ സാധാരണ നല്ല തിന്നായി പരത്തിയിട്ട് നമുക്ക് അങ്ങനെയും പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ആ 2 രീതി ഞാനിവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിന്നിവിടെ ഫസ്റ്റ് ഞാനിവിടെ നല്ല കനത്തിൽ ഒരു 1.5 ഇഞ്ച് കനത്തിൽ നമുക്ക് പരത്തിയിട്ട് ഒന്ന് വെട്ടിയെടുക്കാം. അപ്പോൾ അതാവുമ്പോൾ ഒത്തിരി അങ്ങോട്ട് പൊള്ളച്ച് പൊന്തി വരില്ല കേട്ടോ. ഒരുപാട് പൊടിയൊന്നും ഇട്ടിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഒരല്പം മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഇതേപോലെ ഒന്ന് വെച്ചിട്ട് ഒരു 1.5 ഇഞ്ച് കനത്തിൽ നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഈ രീതിയിൽ ഞാനിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്.
ഇനി ഞാനിതാ ഈ ഒരു വലുപ്പത്തിനനുസരിച്ച് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരുപാട് കട്ടി കൂടാനും പാടില്ല, എന്നാൽ ഒത്തിരി കനം കുറയാനും പാടില്ല കേട്ടോ. ആ ഒരു രീതിയിൽ നമുക്കിത് വെട്ടിയെടുക്കാം. അടുത്തത് നമുക്ക് ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കാം. കണ്ടില്ലേ, ഈ ഒരു വലുപ്പത്തിൽ നമുക്കൊന്ന് എല്ലാം ഒന്ന് പരത്തിയെടുക്കാം. എല്ലാം ഞാനിതൊരു പ്ലേറ്റിലേക്ക് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ ഇതേപോലെ ഒരു ചെറിയ ഉരുളകൾ എടുത്തിട്ട് ഇതേപോലെ ഞാനൊരു സൺഫ്ലവർ ഓയിലിൻ്റെ ഒരു പാക്കറ്റ് നമ്മളിതേപോലെ വെട്ടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വെച്ചിട്ട് നമുക്കൊന്ന് നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. അപ്പോൾ നൈസായിട്ട് നമുക്ക് പരത്തിയെടുക്കാനായിട്ട് പറ്റും. ഞാനിപ്പോൾ ഇതേപോലെ ഒരു പ്ലേറ്റ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കാം. ഒരുപാട് വട്ടത്തിൽ നമ്മൾക്കിതാക്കിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കണ്ടില്ലേ, ഇതേപോലെ നമുക്കൊന്ന് ഇതേപോലെ നമുക്കൊന്ന് ചെയ്തെടുക്കാം. ഈ ഒരു കനത്തിലും അതേപോലെ തന്നെ ഈ ഒരു റൗണ്ടിലും മാത്രം മതി നമുക്ക് ഈ ഒരു നൈസായിട്ട് നമുക്ക് പൊരിച്ചെടുക്കാനുള്ള പത്തിരി. അപ്പോൾ ഇതേപോലെ ഒരു 5 നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ടുള്ള എണ്ണ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതേപോലെ ഒന്ന് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ 1.5 ഇഞ്ച് കനത്തിൽ റെഡിയാക്കി എടുത്തിട്ടുള്ള നമ്മുടെ നെയ്പ്പത്തിൽ എണ്ണയിൽ നിന്ന് ഇതേപോലെ പൊന്തി വരില്ല കേട്ടോ. നമ്മളവിടെ നെയ്പ്പത്തിൽ നിന്ന് പറയും പൊരിച്ച പത്തിരി എന്നൊക്കെ പറയും കേട്ടോ. ഇതേപോലെ തവി വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, ഇതേപോലെ ഇങ്ങനെ പൊള്ളച്ച് വരും. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടല്ലോ, ഒട്ടും എണ്ണ കുടിക്കുകയില്ല കേട്ടോ. ഇനി നമുക്കിതൊന്ന് എടുത്ത് മാറ്റാം. ഇത് റെഡിയാക്കി എടുത്തിട്ടുള്ളൂ. അപ്പം അതും കൂടെ ഞാനൊന്ന് പൊരിച്ച് മാറ്റിയെടുക്കണം. കണ്ടില്ലേ, നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിങ്ങനെ എണ്ണയിൽ നിന്നങ്ങ് വീർത്ത് വന്നു. തിരിച്ചിട്ട് കൊടുക്കും. അപ്പോൾ നമ്മളിവിടെ നൈസായിട്ട് പരത്തി എടുത്തിട്ടുള്ള നമ്മുടെ ഈ ഒരു 5 പത്തിരി ഞാനിവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഒട്ടും എണ്ണ കുടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് നമ്മൾ 1.5 ഇഞ്ച് കനത്തിൽ റെഡിയാക്കി എടുത്തിട്ടുള്ള നമ്മുടെ ഈ ഒരു 1-2 ഇട്ടിട്ട് നമുക്ക് ഒരുമിച്ച് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു വശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെയാണ് നമ്മുടെ ആ ഒരു ചെറിയ തട്ടുകടയുടെ ചില്ല് ഗ്ലാസ്സിലൊക്കെ ഇരിക്കുന്ന നല്ല അടിപൊളി പൊരിച്ച പത്തിരി. നല്ല ടേസ്റ്റ് കേട്ടോ. ഇത് വൈകിട്ടുള്ള കട്ടൻ ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് സൂപ്പർ സാധനമാണ്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, എണ്ണ നല്ല പോലെ ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതങ്ങ് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. ഞാനിത് എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റും. അപ്പോൾ ഇതാ നമ്മുടെ നെയ്പ്പത്തിലൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, 2 രീതിയിൽ നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ചെറിയ തട്ടുകടയിലൊക്കെ ഉണ്ടാകുന്ന ഐറ്റമാണ് നമ്മുടെ ഈ ഒരു ചെറിയ പത്തിരി. കണ്ടില്ലേ, ഇത് നമ്മളിവിടെ കുറച്ച് പറഞ്ഞല്ലോ ഇതേപോലെ ഇങ്ങനെ പൊള്ളച്ച് വരുന്ന രീതിയിൽ നമ്മൾ റെഡിയാക്കി എടുക്കുന്ന നമ്മുടെ നെയ്പ്പത്തിൽ ഒട്ടുമിക്ക പേരും റെഡിയാക്കി എടുക്കുന്നത് പുട്ടുപൊടി റവയും വെച്ചിട്ടാട്ടോ. അപ്പം നമ്മളിന്നിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത് ചോറ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബാക്കി വന്ന ചോറൊക്കെ ഉണ്ടെങ്കിൽ ആരും വേസ്റ്റിൽ കളയണ്ട. നമുക്ക് ഒരുപാട് ബ്രേക്ക്ഫാസ്റ്റുകൾ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു. ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും.